മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ മകൻ അരുൺകുമാറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും മുഖ്യമന്ത്രി മലക്കം മറിഞ്ഞു എന്നതിന്റെ വ്യക്തമായ തെളിവാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന സൂചിപ്പിക്കുന്നത്. തന്റെ മകന് ഗോൾഫ് ക്ലബ്ബിൽ അംഗത്വമുണ്ടെങ്കിലും അത് പണം നൽകി നേടിയതല്ല എന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഗോൾഫ് ക്ലബ്ബിൽ കളിക്കാർക്കെല്ലാം ചേരാവുന്നതല്ലേ, അത് എന്തിന് ചോദിച്ച് ഉപദേശിച്ച് ഗോൾഫ് ക്ലബ്ബിൽ പോകരുതെന്ന് ഉപദേശിക്കുന്നതിന്? കളിക്കാരായിട്ടുള്ള ആളുകള് കളിക്കേന്ദ്രങ്ങളൊക്കെ എവിടെയുണ്ടോ അവിടെ പോവുകയും കൂടെ കളിക്കുകയും ചെയ്യും. കളി കുറഞ്ഞ പക്ഷം കണ്ടു നിൽക്കുകയെങ്കിലും ചെയ്യും. കളിപ്രേമികൾ. 1.5 ലക്ഷം രൂപ കൊടുക്കണം അവിടെ മെമ്പർഷിപ്പ്. അതൊക്കെ ഒരു പ്രചരണമാണ്. അത്രയൊന്നും കൊടുക്കാതെ തന്നെ മെമ്പറാകുകയും പോയി കളിക്കുകയൊക്കെ ചെയ്യുകയാണ്. അതെല്ലാം നിങ്ങൾക്ക് കിട്ടിയ അറിവാണ്. എന്നാൽ അരുൺകുമാർ പണം നൽകി ഗോൾഫ് ക്ലബ്ബിൽ അംഗത്വം നേടിയതിന്റെ തെളിവുകൾ ജയ്ഹിന്ദ് TV പുറത്തുവിട്ടതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി പ്രസ്താവന തിരുത്തിയത്. പണം നൽകാതെ ഗോൾഫ് ക്ലബ്ബിൽ അംഗത്വം ലഭിക്കില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെ പുതിയ നിരീക്ഷണം. ഗോൾഫ് ക്ലബ്ബിൽ അംഗമായി ചേരുന്നതിന് കാശ് കൊടുക്കണം. അതായത് പിന്നെ അംഗമായി ചേരുന്നതിന് കാശ് കൊടുത്തു കാണും. അത് പുറത്തു വന്നുകൊണ്ടെത്താ, അല്ലെങ്കിൽ ചക്കാത്തായിട്ട് കളിക്കാൻ പോവുകയല്ലോ. ഫുട്ബോളും വോളിബോളും അതേപോലുള്ള കളികൾ പോലെ ഗോൾഫ് ക്ലബ്ബിലെ ഒരു കളി, അതാണിലാണ് ഞങ്ങൾ കാണുന്നത്. മദ്യപാനവും ചൂതാട്ടവും മറ്റു പലതുമാണ് ഗോൾഫ് ക്ലബ്ബിൽ നടക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞ് വിവാദം സൃഷ്ടിച്ച മുഖ്യമന്ത്രി മദ്യപാനത്തെ ന്യായീകരിക്കുക കൂടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് പിന്നെ ആക്ഷേപം വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നു, അത് കുടിക്കാത്ത ആളുകൾ ഇന്ന് പലയിടത്തും കുറവാ. കോടതി പോലും അതിനെപ്പറ്റിയൊന്നും വിലക്കിയിട്ടില്ല. അപ്പൊ പിന്നെ ഞങ്ങളെന്തിന് അത്തരക്കാരെ വിലക്കുന്നു? കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആയിക്കോട്ടെ. ജയ്ഹിന്ദ് ന്യൂസ്, തിരുവനന്തപുരം.